ഖുർആൻ ഹിഫ്ള് പരീക്ഷകൾ എങ്ങനെയാണ് അതുണ്ടാവുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത് തുടങ്ങിയ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടികൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണിത്. എല്ലാവരും മുഴുവനായി കേൾക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 2ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഖുർആനിൻ്റെ മാതൃകാ ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്കറിയാം, കുട്ടികൾ ഈ വർഷം തുടങ്ങിയതാണ് ഖുർആൻ ഓത്ത്. മറ്റു ക്ലാസ്സുകളെപ്പോലെ നിയമങ്ങളും ഹുക്കുമുകളും അഹ്കാമുകളും മഖ്റജുകളും മദ്ദുകളൊന്നും പഠിച്ച രൂപത്തിലുള്ള ഓത്തല്ല നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടേത്. ഉസ്താദ് ഓതിക്കൊടുക്കുന്ന അതേ രൂപത്തിൽ കുട്ടികൾ ഓതുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ചോദ്യത്തിൽ നോക്കൂ, കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൻ നാസിആത്തിൽ നിന്ന് 3 വരി വീതം ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. അതിൽ തന്നെ അക്ഷരശുദ്ധി പരിഗണിച്ച് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത് അതാത് മഖ്റജുകളിൽ നിന്നാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട രൂപത്തിൽ തന്നെയാണ് ഉച്ചരിക്കുന്നത്. അതിനെ പരിഗണിച്ചിട്ട് 25 മാർക്ക് കൊടുക്കുന്നുണ്ട്. നടത്തി ഓത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അഥവാ ഉസ്താദ് ഓതിത്തന്ന പ്രകാരം മറ്റുള്ള കാര്യങ്ങൾ ഈണവും രാഗവും താളവും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഓതുന്നെങ്കിൽ 25 മാർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് 2ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ളത്. പക്ഷേ എടുത്ത പാഠഭാഗങ്ങൾ, ഖുർആനിൽ അവർക്ക് എടുത്ത സൂറത്തുകൾ ഏതൊക്കെയാണ്, ഇതുവരെ എവിടെയാണോ എടുത്തു വെച്ചത് അതുവരെ കുട്ടികൾക്ക് നന്നായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, പല ആവർത്തി അവരെ കൊണ്ട് ഓതിപ്പിക്കുകയും ചെയ്യുക. ഇനി ഹിഫ്ളിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും സൂറത്തുൻ നാസ് മനപ്പാഠം ഓദിക്കുക. അക്ഷരത്തെറ്റിന് മാർക്ക് നൽകരുത്. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെയാണ് ഈ സൂറത്തുകൾ ഓതേണ്ടത്. പുറമെ മറ്റു സൂറത്തുകളായിട്ട് വരുന്നത് സൂറത്തുൽ ഫലക്കും ഫാത്തിഹയുമാണ്. പിന്നെ ഷഹാദത്ത് കലിമയും പഠിക്കുന്നത് നല്ലതാണ്, അഥവാ ചോദിച്ചാൽ കുട്ടികൾക്ക് കിട്ടാതെ ആയി പോകണ്ടല്ലോ. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുട്ടികളെ ഖുർആൻ ഓതാനും ഹിഫ്ള് ഓതാനും നമ്മൾ ശീലിപ്പിക്കുക, പഠിപ്പിക്കുക. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ കാണുമ്പോൾ ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. നല്ല രൂപത്തിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന മക്കളാക്കി അവരെയൊക്കെ മാറ്റട്ടെ. ആമീൻ. സബ്സ്ക്രൈബ് മറക്കരുതേ.